അടിക്കാൻ വന്നേക്കും അല്ലേ? ഓ പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നേട്ടാ. അല്ല നീ ബാംഗ്ലൂരിൽ പോയിട്ട് ഏതായി? ബാംഗ്ലൂർ എന്താ പഠിച്ചാ? കന്നഡ പഠിച്ചാ? കന്നഡ ഗൊത്തില്ല എന്ന് പറയാൻ പഠിച്ചു. പിന്നെ എടാ നീ ഇല്ലാതുകൊണ്ട് ഇപ്പോൾ പുയിപ്പെന്ന് പറയുന്നത് നാട്ടിലെ. അതേപ്പാ നമ്മൾ വലിയ പുയിപ്പേ, നിങ്ങൾ പിന്നെ നല്ലോണമല്ലോ. ഈ ബാംഗ്ലൂർ തുണി ഷോപ്പിൽ നിന്ന് എത്ര പൈസ കിട്ടു? എന്നാ അപ്പോൾ ഒരു 10-15 റുപ്യ ഉണ്ടാവും. എന്നേനു ഇയാളെന്നാ ഒന്നും മിണ്ടാണ്ട് പോന്ന്? അജുവേട്ടാ, ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ആരോടെങ്കിലും പറയുമോ? ഓ പറയാലോ. പറയരുന്ന്. എന്നാ പറയ്. ഒന്നുമില്ല, രാവിലെ നമ്മളെ മനോജേട്ടനെ കണ്ടിരുന്നു. ഓറെ പെണ്ണെന്തോ ഒരു ലൈന് കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ വെറുതെ ഒന്നും പറയില്ല കേട്ടോ. ആ പെണ്ണ് നല്ല ഡീസൻ്റ് അല്ലേ? ആ പെണ്ണ് കോളേജ് വിട്ട വീട്, വീട് വിട്ട കോളേജ്. വെറുതെ ഒന്നും പറഞ്ഞു നടക്കല്ല കേട്ടോ. ഡീസൻ്റ് അതിനെ കൊണ്ട് ലൈൻ കൂടിക്കൂടാന്നുണ്ടാ? നിങ്ങളിനി പാണി അടക്കാൻ നിൽക്കണ്ട. ചെക്കന് ബാംഗ്ലൂർ തുണി ഷോപ്പിലാണ് പണി. നമ്മളെ ആളുമല്ല. പിന്നെ ഇതാ എനക്കും ഇപ്പം ഇങ്ങക്കും നമ്മളെ ക്ലബിലെ പിള്ളേർക്ക് മാത്രമേ കാര്യം അറിയൂ, വേറെ ആളറിയണേ. ഇങ്ങനെ മോക്ക് സമ്മതക്കാരനുണ്ടാക്കും അല്ലേ? എന്നാ അവനോട് പ്രശ്നം. അപ്പൊ നീ ഉണ്ട് അതിനകത്ത്? ഇന്നെ പോട്ടാ പിള്ളേർ കൂടെ നശിപ്പിക്കുന്നു കേട്ടോ. എന്നാ അവനോട്ട് പ്രശ്നം. നിങ്ങൾ പറയും വീട് വീട് ഇത് എന്നാലോ ഇവനുണ്ടല്ലോ ചേട്ടാ വിടട്ടാ, പറ്റിപ്പോയേട്ടാ. പറ്റിപ്പോകും. നിന്നെ പോലത്തെ ഉണ്ടല്ലോ ഓരോരുത്തർ ഇതേപോലെ ആടാ നശിപ്പിക്കുന്ന കുടുംബം. എനിക്കറിയാം ഒന്നാ ചെയ്തതെന്ന്. ഞാനല്ലേ ഇവരോട് ചോദിച്ചിരുന്നു അവിടെ എത്ര പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഷോപ്പ് ഇടാൻ വേണ്ടി. ആ കഥയായി ഇപ്പോൾ ഇവൻ പറയുന്ന ആളത്തെ ഏതോ ഷോപ്പിൽ ചെക്കൻ പോയിട്ട് എൻ്റെ പെണ്ണിൽ ലൈനുണ്ട്. പിന്നെ ഇവനെല്ലാം വേണ്ടേ?